കർത്താവിനെ ആരാധിക്കുവാനും ദൈവത്തെ അനുസരിക്കുവാനും ഒരു ഭാഗ്യം നൽകിയിട്ടുണ്ട്. ഭാഗ്യം നൽകിയിരിക്കുന്ന ഈ അവസരത്തിൽ വളരെ സന്തോഷത്തോടെ ദൈവം നമുക്ക് ഉപകാരങ്ങൾ ഓർത്ത് ദൈവകൽപ്പന അനുസരിച്ച മനസ്സോടെ ദൈവത്തെ തന്നെ വരുവാൻ സഹായിച്ചു. ലോകത്തിൽ നമുക്ക് മറ്റു പല ആവശ്യങ്ങളും ഒക്കെ ആയിരിക്കുമ്പോൾ തന്നെ അതൊക്കെ മാറ്റിവെച്ച് നമ്മുടെ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിപ്പാൻ കർത്താവിൻ്റെ വരവരെ ദൈവം ചെയ്യണം കൽപ്പന അനുസരിപ്പാൻ നാം ഒരുമിച്ച് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഒരു സത്യത്തിൽ നാം ഓർക്കുന്നത് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന മക്കൾ ഇല്ലെങ്കിൽ ദൈവത്തെ അനുകരിക്കുന്നവർ, ദൈവത്തെ അനുകരിക്കുന്ന വിഷയങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഈ അനുകാരികൾ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ പല മനുഷ്യരെ പല നിലയിൽ അനുകരിക്കുന്നവരെ ഒരുപാട് പേരുണ്ട്. പലപ്പോഴും പല സ്ഥലത്തും പല അനുകരിക്കാരങ്ങളും പല വ്യക്തികളും അവരുടെ ജീവിതത്തിൽ പല ആൾക്കാരെയും അനുകരിക്കാറുണ്ട്. ലോകത്തുള്ള നാമധേയ ക്രിസ്ത്യൻസ് യേശു കർത്താവിന്റെ കാൽവരിയുടെ മരണവും പല സന്ദർഭങ്ങളിലും അല്ലെങ്കിൽ ഈസ്റ്ററിന്റെ സമയങ്ങളിലും ക്രിസ്മസിന്റെ സമയങ്ങളിലും അനുകരിക്കാറുണ്ട്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ സ്വർഗീയ പിതാവിന്റെ മക്കളായിരിക്കുന്നവർ കർത്താവിന്റെ ജീവിതത്തെ അനുകരിക്കുന്നതായിട്ട് എവിടെയെങ്കിലും കാണാൻ കഴിയുമോ? ഒന്ന് കാണിച്ചു തരാൻ കഴിയുമോ? കഴിയില്ല. കഴിയുമോ? ഇല്ല. ദൈവം എന്ന കർത്താവ്, സ്വർഗത്തിൽ അധിവസിക്കുന്ന കർത്താവ് മാനവജാതിയുടെ പാപത്തിന്റെ പകരക്കാരന ഭൂമി വന്നു. അവർക്ക് വേണ്ടി ക്രൂസിൽ മനുഷ്യർ മരിച്ചത്, ക്രൂസിൽ കൈകാലുകൾ കെട്ടപ്പെട്ടതും 3 ആണികളാൽ തറയ്ക്കപ്പെട്ടതുമായിരിക്കുന്ന സന്ദർഭങ്ങൾ മനുഷ്യരുടെ പല സാഹചര്യങ്ങളിൽ അനുകരിക്കാറുണ്ട്. എന്നാൽ അതിനു മുൻപ് ഈ ഭൂമിയിൽ മനുഷ്യരുടെ മുമ്പിൽ ജീവിച്ച് കാണിച്ച കർത്താവിനെയോ മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നിട്ട് 40 ദിവസം ഭൂമിയിൽ ജീവിച്ച കർത്താവിനെയോ ആരും അനുകരിക്കുന്നത് കാണുവാൻ കഴിയുന്നില്ല. എന്നാൽ അവരെ അനുകരിക്കുവാൻ ദൈവം നമ്മോട് കൽപ്പിക്കുന്നുണ്ട്. ആരോട്? തന്റെ രക്തത്താൽ വീണ്ടും ജനിക്കപ്പെട്ട ദൈവമക്കളോട് ദൈവം പറയുന്നുണ്ട്, നിങ്ങൾ എന്റെ അനുകാരികളായിരിക്കണം. വിഷയമെടുക്കാം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വേദഭാഗം നാം വായിക്കുന്നത് അങ്ങനെയാണ്. എന്താണ് അവിടെ വായിക്കുന്നത്? ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിക്കുവിൻ എന്നാണ് പറഞ്ഞത്. ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിക്കുവിൻ. ഇവിടെ ആ ഉത്തരവാദിത്വം കൊടുത്തിരിക്കുന്നത് ലോകത്തിലെ മനുഷ്യർക്കോ മിമിക്രി താരങ്ങൾക്കോ മറ്റേതെങ്കിലും വ്യക്തികൾക്കോ അല്ല. ഇല്ലയോ? ദൈവത്തിന്റെ രക്തത്താൽ മക്കളെന്ന് വിളിക്കപ്പെട്ട അവകാശത്തിലേക്ക് കൂട്ടിച്ചേർത്തിരിക്കുന്ന കർത്താവിന്റെ കൽപ്പനകളെ അനുസരിച്ച് ദൈവത്തിന്റെ വരവിന് വേണ്ടി കാത്തിരുന്ന് ദൈവത്തിന്റെ ഇഷ്ടങ്ങളെ നിവർത്തിക്കുവാൻ തന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് കർത്താവിന്റെ സന്നിധിയിൽ നിലനിർത്തിയിരിക്കുന്ന വ്യക്തികളോട്, മക്കളോട് പറയുവാണ്, ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിക്കുമെന്ന്. ഇനി അനുകാരണത്തെ കുറിച്ച് നാം പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുന്നു. പിതാവിന്റെ മക്കൾ എങ്ങനെയായിരിക്കും ജീവിക്കേണ്ടതെന്ന്, ജീവിക്കുന്നതെന്ന് മാക്സിമം പിതാവിനെ അനുകരിക്കും എന്ന് കാണുവാൻ കഴിയും. എന്നാൽ ഇന്നിന്റെ ലോകത്തിൽ അങ്ങനെ പിതാവിനെ അനുകരിക്കുന്ന മക്കൾ വളരെ വിരളമാണ്, ചുരുക്കമാണ്. അത് നമ്മുടെ ജീവിതത്തിലും പ്രവൃത്തി ജീവിതങ്ങളിലും നമ്മുടെ വർത്തമാന കാലഘട്ടങ്ങളിൽ നാം പരിശോധിച്ച് നോക്കിയാൽ അങ്ങനെ ജീവിക്കുന്നതായിരിക്കുന്ന അനുഭവങ്ങളെ കാണുവാൻ കഴിയുന്നില്ല. അതിന്റെ 2-3 കാര്യങ്ങളെ ഓർത്തുകൊണ്ട് 2-3 അനുഭവങ്ങളിൽ നിന്ന് ചിന്തിക്കുവാനൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം എങ്ങനെ ദൈവത്തെ അനുകരിക്കണം എന്നുള്ളതാണ്. ദൈവത്തെ നാം എങ്ങനെ അനുകരിക്കണം? ദൈവത്തെ വെളിപ്പെടുത്തുവാൻ നമുക്ക് സാധ്യമാകുമോ? ദൈവത്തെ വെളിപ്പെടുത്തുവാൻ നമുക്ക് സാധ്യമാകുമോ എന്ന് ചോദിച്ചാൽ ആ കർത്താവ് ആരായിരുന്നു എന്ന് നമുക്ക് എത്ര പേർക്ക് അതിനെക്കുറിച്ച് അറിവുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ജ്ഞാനമുണ്ട്? ദൈവം എന്തിനു വേണ്ടി ഭൂമിയിൽ വന്നു? മാനവജാതിയുടെ പാപത്തിന്റെ പകരക്കാരനായി മരിപ്പാൻ വന്നു. ഈ കർത്താവ് ഭൂമിയിൽ വന്ന് മാനവജാതിയുടെ പാപത്തിന്റെ പകരക്കാരനായി മരിക്കണമായിരുന്നുവെങ്കിൽ കർത്താവ്
ആവശ്യമുണ്ടായിരുന്നു. നമുക്ക് ചിന്തിക്കണം. കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പാപത്തിന് വേണ്ടി വന്നു, പാപത്തിന് മാത്രമല്ല പാപത്തിന് മരിപ്പാൻ വന്നവനാണ്. സകല ലോകവും എന്നിൽ പാപത്തിൽ മരിച്ചിരിക്കുമ്പോൾ സകല ലോകവും ഞാൻ മൂലം പാപത്തിന് മരിച്ചു ജീവിക്കണമെന്ന് അവരുടെ പാപത്തിന്റെ പകരക്കാരനായി ഞാൻ മരിക്കുവാൻ വന്നു. എങ്ങനെ? സ്വർഗത്തിനായ പിതാവിന് വില കൊടുക്കുവാൻ തന്റെ പ്രാണനെ കൊടുത്ത് തന്റെ അവസാനത്തിൽ രക്തം വരെ ഊറ്റിക്കൊടുത്ത് താൻ മരിച്ചു. അവരുടെ പാപമോചനം സാധ്യമാക്കുവാൻ കർത്താവ് ഭൂമിയിൽ വന്നു. അതിനുവേണ്ടി 33.5 വർഷം ഈ ഭൂമിയിൽ ജീവിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? കർത്താവ് 5 വയസ്സിൽ മരിച്ചാൽ പാപമോചനം കിട്ടും, 10 വയസ്സിൽ മരിച്ചാൽ പാപമോചനം കിട്ടും. കിട്ടുമോ ഇല്ലയോ? കിട്ടുമോ? സാധ്യമാണോ? അതെ. കാരണം എന്താണെന്നറിയാമോ? അവൻ ദൈവമാണ്. അവൻ ദൈവമായിരിക്കുമ്പോൾ അവന്റെ രക്തമോ പാപപരിഹാരമാകുമോ? പാപപങ്കിലമല്ലാത്തത് കൊണ്ടും നീതിമാനും വിശുദ്ധനുമായിരിക്കുന്നത് കൊണ്ടും അവൻ ദൈവമായിരുന്നവൻ ദൈവരൂപം മുറുകെ പിടിച്ചോളം വിചാരിക്കാതെ ദേശത്തിൽ മനുഷ്യനായി സ്ത്രീയുടെ ഉദരത്തിൽ പാപത്തിന്റെ പരിഹാരമാർഗമായി ദൈവത്തിന് യാഗവസ്തുവായി ഈ ഭൂമിയിൽ ജനിക്കപ്പെട്ടു. പിന്നെന്തിനാണ് 33.5 വയസ്സ് വരെ കർത്താവ് ജീവിച്ചതിൽ നിന്നും കാണണം? എന്റെ പ്രിയപ്പെട്ടവരെ, നാം വളരെ ശ്രദ്ധിക്കേണ്ടത്, നാം ഓരോരുത്തരും ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെട്ട് ഈ ഭൂമിയിൽ ആക്കപ്പെട്ടിരിക്കുമ്പോൾ നമുക്കൊരു അനുകാരി, നമുക്ക് അനുഭവിക്കുവാൻ ഒരു മാതൃകാ ജീവിതം അവൻ യാഥാർത്ഥ്യമാക്കുകയായിരുന്നു. അതുകൊണ്ടാണ് 33.5 വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ച് അതിന്റെ ഒരു യൗവനക്കാരന്റെ ആ മൂർധന്യമായിരിക്കുന്ന പ്രായത്തിന്റെ പക്വതയും എല്ലാ പാപങ്ങളും പാപഭംഗിലമായ സകല പ്രവൃത്തികളും ചെയ്യാമായിരുന്ന ലോകത്തിൽ അവൻ 33.5 വയസ്സ് വരെ ജീവിച്ചത് നമുക്കൊരു മാതൃകാ ജീവിതം, അല്ലെങ്കിൽ അനുകരിക്കുവാൻ, അനുഗമിക്കുവാൻ, അനുഭാവിയായി ക്രിസ്ത്യാനിയെ ജീവിക്കപ്പെടുവാനുള്ളൊരു വ്യക്തിത്വമായി ജീവിച്ച് കാണിച്ചത്. അല്ലെങ്കിൽ അവൻ 5 വയസ്സിലോ 10 വയസ്സിലോ മരിച്ചു, നമുക്ക് ഒരു പരിഹാര മാർഗം കൊടുക്കാമായിരുന്നു. അങ്ങനെ കർത്താവ് നമുക്ക് വേണ്ടി, അവൻ സ്വർഗത്തിലായിരുന്ന കർത്താവ് അവനെ വെളിപ്പെടുത്തുവാൻ, അല്ലെങ്കിൽ പിതാവിനെ വെളിപ്പെടുത്തുവാൻ പുത്രൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. നമുക്ക് ആരെങ്കിലും കർത്താവിനെ കണ്ട പരിചയമുണ്ടോ? ദൈവത്തെ കണ്ട പരിചയമുണ്ടോ? പുറപ്പാട് പുസ്തകത്തിലേക്ക് നാം ചെല്ലുമ്പോൾ മോശെ ദൈവം വിളിക്കുന്ന ആ സന്ദർഭങ്ങളിൽ ദൈവം മോശയെ വിളിച്ച് വേർതിരിച്ച് ദൈവത്തെ കാണുന്ന മനുഷ്യൻ മരിക്കുമെന്നുള്ള സാഹചര്യത്തിൽ ഇരിക്കുമ്പോൾ ആ മോശയ്ക്ക് ദൈവം പ്രത്യക്ഷനായി. പിന്നെ അതിനുശേഷം അങ്ങോട്ട് ചെല്ലുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ മോശ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം കേട്ട, അല്ലെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം മോശയോട് സംസാരിക്കുമ്പോൾ മറ്റ് ജനങ്ങൾ കേൾക്കുന്ന എങ്ങനെയാണ്? ഇടിമുഴക്കങ്ങളും ആരവങ്ങളും മറ്റ് പല ശബ്ദത്തോടും കൂടിയാണ് അവർ കേട്ടത്. അവർ വളരെ ഭയന്നുപോയി. അങ്ങനെ ദൈവത്തെ അവിടെ പ്രദർശിപ്പിക്കുവാൻ ആ മനുഷ്യർ കാണുവാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആലോചനകൾ മോശ കേട്ട് ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുന്ന ഒരു സന്ദർഭമാണ് ഉണ്ടായിരുന്നത്. അത്ര ഭയങ്കരമായിരിക്കുന്ന ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടില്ല, അനുകരിക്കുവാൻ കഴിയുന്ന ഒരു അനുഭവമല്ലായിരുന്നു. എന്നാൽ നമുക്ക് അനുകരിക്കുവാൻ മാതൃകാപരമായിട്ട് ദൈവം ഒരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മാനവജാത പാപത്തിന്റെ പകരക്കാരനായി മരിപ്പാൻ വന്നിരിക്കുമ്പോൾ ആ മനുഷ്യന് ഈ ഭൂമിയിൽ എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാം എന്ന് വെച്ചാൽ പിതാവിനെ പ്രസാദിപ്പിക്കാം എന്ന് പരിഹാരമാർഗമായിട്ട് കാണിച്ചു തന്നത്. അതുകൊണ്ട് പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്ന് പറഞ്ഞെന്താ? ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഒന്നിലധികം പ്രാവശ്യം പറഞ്ഞു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിക്കും, ഇവന് നിങ്ങൾ ചെവി കൊടുക്കും. അപ്പൊ ചെവി കൊടുക്കുവാൻ, അനുകരിക്കുവാൻ, കേൾക്കുവാൻ, ഇരിപ്പാൻ, നോക്കുവാൻ, കാണുവാൻ, പ്രാർത്ഥിപ്പാൻ ഇവനല്ലാതെ വേറൊരാള് ഇല്ല. ലോക പ്രപഞ്ചത്തിൽ അനുകരിക്കുവാൻ പലരെയും അനുകരിക്കുന്ന പല വ്യക്തികളും ഉണ്ടാവും. പക്ഷേ ദൈവത്തെ വെളിപ്പെടുത്തിയ, ദൈവത്തെ അനുകരിക്കുവാൻ, ദൈവത്തെ ആരാധിക്കാൻ മതിയായ ഒരു മാർഗം യേശുക്രിസ്തു അല്ലാതെ ആരുമില്ല. അങ്ങനെ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നാം എവിടെ പോയാലും കർത്താവിനെ അനുകരിക്കുന്നവരായിരിക്കണം. എങ്ങനെ അനുകരിക്കേണ്ടത്? പ്രിയമക്കൾ എന്നപോലെ അതിന്റെ 2-3 വശങ്ങൾ കാണുന്നത് എന്താണ്? അതാണ് ഇവിടെ ബൈബിൾ ചിലരെ നമ്മളെ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ നമുക്ക് ഒന്നാമത് കാണാൻ കഴിയുന്ന ആരെന്നറിയുമോ? നമുക്കൊരു മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ അതിന്റെ 48-ാമത്തെ വേദഭാഗം കർത്താവ് പറയുന്ന വേദഭാഗം. ആകയാൽ നിങ്ങളുടെ പിതാവ് സ്വർഗീയ തലമുറ
സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. കർത്താവ് പറയുന്നത് ആകയാൽ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരായിരിക്കണം. അപ്പൊ പ്രിയപ്പെട്ടവരെ, നാം ചിന്തിക്കേണ്ടത് പ്രിയ മക്കൾ എന്ന് പറയുമ്പോൾ അവർ ആരായിരിക്കണം? പിതാവ് സൽഗുണപൂർണനായിരുന്നത് പോലെ മക്കളും സൽഗുണപൂർണരാകണം. ഒടുവിൽ വരുമ്പോ ഈ വിഷയങ്ങൾക്ക് മാറ്റം വരും കേട്ടോ. അപ്പൊ വളരെ ശ്രദ്ധിക്കണേ. മക്കളും സൽഗുണപൂർണരാകണം. അല്ല, ഞാൻ രക്ഷിക്കപ്പെട്ടു, ദൈവമക്കളെന്ന് ഭൂമി ജീവിക്കുന്നു, എങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ചാൽ മതി എന്നാണോ? എന്റെ ഇഷ്ടപ്രകാരം ഞാൻ ജീവിച്ചാൽ മതി എന്നാണോ? സഹായോഗങ്ങളോ വചനവായനകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ എന്ത് സൗകര്യം പോലൊക്കെ സമയമുള്ളപ്പോഴൊക്കെ ഞാൻ ചെയ്യും എന്നതുകൊണ്ട് പ്രിയ മക്കളാവൂ? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വേദഭാഗം എല്ലാവർക്കും കാണാപ്പാടമാണ്. എന്താണ് എഴുതിയിരിക്കുന്നത്? വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാനുള്ള അധികാരം കൊടുത്തു. എന്താണ് അതിന്റെ മുമ്പിൽ വായിക്കുന്നത്? എന്താണ്? അവൻ സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. സ്വന്തത്തിലേക്ക് ആര്? കഴിഞ്ഞ ദിവസം ഓർമ്മിപ്പിക്കണ്ടായി. യഹൂദന്മാരുടെ മധ്യത്തിലേക്ക്, അവന്റെ കുലത്തിലേക്ക്, അവന്റെ ഗോത്രത്തിലേക്ക്, അവന്റെ ചാർച്ചക്കാരിലേക്ക് അവൻ വന്നു. അവരോ അവനെ കൈക്കൊണ്ടില്ല. എന്തുകൊണ്ട്? അവിടെ കഴിഞ്ഞ പോലെ ഓവത്തിന്റെയും ഊത്തിന്റെയും വയലിൽ അന്യജാതിക്കാർക്കും അല്ലെങ്കിൽ പാപികളായ ക്രിസ്തുവിനെ കൂടാതെ ജീവിക്കുന്ന മനുഷ്യർക്കും അത് ഭക്ഷിക്കുവാൻ തക്കണം അരികിലെ കറ്റ കൊയ്യുന്നതിന് കാണാൻ പെടുകയും അടുത്ത് ലോകത്തിന് വെച്ചിരിക്കുന്നത് യേശു ക്രിസ്തു ഒരു ഗോത്രത്തിനോ ഏതെങ്കിലും ഒരു കുടുംബത്തിനോ വ്യക്തികൾക്കും അല്ല. ഇനിയോ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ മുന്നാടുന്ന ദൈവത്തിന്റെ സ്നേഹം 3:16 യോഹന്നാന്റെ സുവിശേഷം 3:16 കാണുന്നത് എങ്ങനെയാണ്? എല്ലാ മനുഷ്യർക്കും വേണ്ടി കർത്താവിന് പരിപൂർണമായി നൽകപ്പെട്ടിരിക്കുമ്പോൾ അവൻ സ്വന്തത്തിലേക്ക് വന്നു. സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും മക്കളാകുവാനുള്ള അധികാരം കൊടുത്തു. എന്ന് വെച്ചാൽ മക്കൾ എന്നുള്ള പ്രിയ മക്കൾ. ആ മക്കൾ പിന്നെ ആരായിരിക്കണം? ഈ കർത്താവിനെ അനുഭവിക്കുന്നവരാണ്. എന്ന് വെച്ചാൽ സ്വർഗത്തിലെ പിതാവ് സൽഗുണപൂർണനായിരുന്നത് പോലെ അവന്റെ മക്കളും സൽഗുണപൂർണരാകണം. ആയില്ലെങ്കിൽ ആകാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കണം. എന്ന് വെച്ചാൽ ഇന്നത്തെ ജീവിതമാകരുത് നാളത്തെ ജീവിതം എന്ന് ഞാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കണം. ഇന്ന് ഞാൻ എന്ത് പറഞ്ഞോ, എന്ത് പ്രവർത്തിച്ചോ, എങ്ങനെ നടന്നോ എന്നതല്ല. ഇന്ന് ഞാൻ നടന്നത് എന്റെ പിതാവിന്റെ സൽഗുണപൂർണതയിൽ ഉള്ളതല്ല. ഇതെനിക്ക് വ്യക്തമായിട്ട് അറിയാം. എന്തുകൊണ്ടെന്നാൽ എന്റെ പിതാവ് സ്വർഗത്തിലെ പിതാവിനെ പ്രസാദിപ്പിച്ച് ഈ ഭൂമിയിൽ താൻ മറിയുടെ ഉദരത്തിൽ ജന്മമുണ്ട് വലിയരികൾ ജനിച്ച് പുൽക്കൂട്ടിൽ കൊണ്ടു കടത്തി അവിടുന്ന് അവൻ നസ്രത്തിലേക്ക് പോയി വീണ്ടും മടങ്ങി വന്ന് തന്റെ പരസ്യകാല ജീവിതങ്ങളിൽ സകലവിധമായിരിക്കുന്ന അപമാനങ്ങളും വേദനകളും ദോഷങ്ങളും സഹിക്കുമ്പോഴും ആരോട് പിറുപിറുപ്പോ വാഗ്വാദങ്ങളോ ശത്രുതയോ ഒന്നും കൂടാതെ സകല മനുഷ്യനെ സ്നേഹിച്ച് പിതാവിന്റെ ഇഷ്ടം ചെയ്ത് പിതാവിനെ അനുകരിച്ച് പിതാവിനെ വെളിപ്പെടുത്തിയതുപോലെ പ്രിയമക്കളും ഈ ലോകത്തിൽ വെളിപ്പെടുത്തണം. അതാണ് ക്രിസ്തീയ ജീവിതം. അങ്ങനെ കഴിയുമ്പോഴാണ് അവരുടെ പ്രിയമക്കളായി നിന്നത്. നമ്മുടെ സമയം മുമ്പോട്ട് പോകുന്നുള്ളൂ. അങ്ങനെയായിരുന്നു പരിപൂർണനായ ദൈവം തന്റെ ജനത്തിന് പാലിക്കാൻ വേണ്ടി സ്ഥാപിച്ച ഏക മാനദണ്ഡമാണിത്. അവരുടെ മാതൃക ദൈവം ആയിരിക്കണം. ദൈവമല്ലാതെ വേറൊരു വ്യക്തിയും അനുകരിക്കാൻ പാടില്ല. വേറൊരു മാർഗം ഉണ്ടാകാൻ പാടില്ല. അവൻ പറഞ്ഞു, ഞാനല്ലാതെ ഒരു ദൈവമല്ല, എന്നേക്കാൾ അധികമോ ഒന്നിനും സ്നേഹിക്കരുതെന്ന് വ്യക്തമായിട്ട് കർത്താവ് പറയുമ്പോൾ, അല്ല ഈ അകം വലിച്ച ലോകത്തിന് അനുരൂപനായിട്ട് വർത്തിക്കുവാൻ ഇച്ഛിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ മക്കളെന്നല്ല പ്രിയമക്കളാകുവാൻ ഒരു കാലത്തും സാധ്യമല്ല. ലോകത്തിനെ അനുകൂലിക്കുകയും അനുഗമിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ കുറിച്ച് യോഹന്നാന്റെ ലേഖനം നമ്മൾ പഠിപ്പിക്കുന്ന ലോകത്തെ സ്നേഹിക്കുന്നവൻ എനിക്ക് ശത്രുവാണ്. ലോകത്തെ സ്നേഹിക്കുന്നവൻ എനിക്ക് ശത്രുവാണ് എന്ന് വെച്ചാൽ അതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നമുക്ക് ചിന്തിക്കുവാനും കാണുവാനും കഴിയുന്നുണ്ട്. ലോകത്തിൽ നാം എന്തിനെല്ലാം സ്നേഹിക്കുന്നുണ്ട്? കർത്താവിനേക്കാൾ അധികമായിട്ടെല്ലാം സ്നേഹിക്കുന്നുണ്ട്. ലോകത്തിൽ നമുക്കും കർത്താവിനും മധ്യത്തിൽ കയറി നിൽക്കുന്ന അനുഭവം നിങ്ങൾക്ക് അറിയാമോ? ആരുടെയെല്ലാം എന്തെല്ലാം കയറി നിൽക്കുന്നു? ദൈവം ഊരിന്റെ ദേശത്ത് നിന്ന് അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ച് തനിക്ക് വേണ്ടി ജീവിക്കുവാൻ നീതിമാനാ കണ്ട് വേർതിരിച്ച് കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും ദൈവത്തോട് കൂടെ നടന്നിരുന്ന അബ്രഹാം തനിക്ക് എല്ലാവിധ സൗകര്യങ്ങളും നന്മകളും
ദൈവം കൊടുത്ത് അങ്ങനെ ഇരിക്കുമ്പോ വാർദ്ധക്യത്തിൽ തനിക്കൊരു മകനെ ദൈവം കൊടുത്തു. ആ മകന്റെ പേരാണെന്ത്? ഇസഹാക്ക്. ഇസഹാക്ക് കടന്നു നിന്നപ്പോൾ ദൈവത്തിന് അബ്രഹാമിന് ദൈവത്തോടുള്ള സ്നേഹം മമത കുറഞ്ഞു. ദൈവത്തിന്റെ പ്രിയ മക്കളായിരുന്ന അബ്രഹാം അവന്റെ മനസ്സിന് മാറ്റം വന്നു തുടങ്ങിയപ്പോഴാണ് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ നാം കാണുന്ന ദൈവം ചോദിക്കുന്നത്, അബ്രഹാമേ, നിന്റെ മകനായ ഇസഹാക്കിനെ നീ എനിക്ക് വേണ്ടി യാഗം കഴിക്കണം. അതിന്റെ കാരണം എന്തെന്ന് അബ്രഹാമിന് മനസ്സിലായില്ല. അബ്രഹാമിന് ഏകജാതന പുത്രനാണ്. ഈ ഏകജാതന പുത്രൻ മുഖാന്തരം പ്രപഞ്ചം മൊത്തം അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവം കൊടുത്ത വാഗ്ദത്തം ഇരിക്കുമ്പോൾ ആ അബ്രഹാമിന്റെ മകനെ ദൈവത്തിന് യാഗം അർപ്പിക്കണമെന്ന്. എന്തുകൊണ്ട്? എനിക്ക് ഒരേ ഒരു മകനേ ഉള്ളൂ. വാർദ്ധക്യത്തിൽ ഞങ്ങൾക്കുണ്ടായ മകനാണ്. അവനെ ഞങ്ങൾ പൊന്നുപോലെ നോക്കുന്നു. അവന്റെ ഭാവി കാര്യങ്ങൾക്ക് വേണ്ടി ധാരാളം അധ്വാനിക്കുന്നു. സകലവിധ കാര്യങ്ങൾ ചെയ്യുന്നു. ഞങ്ങൾ പല സ്ഥലത്തും ഓടുന്നു. അവനെ പോറ്റി പുലർത്തുവാൻ ദൈവത്തെ മറന്നുകൊണ്ട് പല പല കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ഞാൻ ഒരുക്കം കാണിക്കുവാൻ. അതുകൊണ്ട് ദൈവം പറഞ്ഞ് അവനെ എനിക്ക് വേണ്ടി യാഗം കഴിക്കണം. അടുക്കുന്നു അബ്രഹാം അതനുസരിച്ചു. ആരോട് പറഞ്ഞില്ല, പക്ഷേ എബ്രായലേഖനത്തെ എന്താ പറഞ്ഞത്? വിശ്വാസത്താൽ അബ്രഹാം ഇസഹാക്കിനെ ദൈവത്തിന് യാഗം കഴിച്ചു എന്ന് കാണാൻ കഴിയുന്നു. ഇതുപോലെ പിന്നെ ഒരിക്കലും അബ്രഹാമിന്റെ മധ്യത്തിൽ ദൈവമല്ലാതെ തന്റെ മകൻ കടന്നു നിന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ലേഖനം എന്നെക്കാലധികമായി അപ്പനെയോ അമ്മയോ വസ്തുക്കളൊന്നും ഉണ്ടാകും. ഇന്ന് അനേകരുടെ ജീവിതത്തിൽ മക്കളെ ദാനമായി കൊടുത്താൽ മക്കൾക്കും ദൈവത്തിന് മധ്യത്തിൽ ആ വ്യക്തിക്കും ദൈവത്തിന് മധ്യത്തിൽ മക്കൾ കടന്നു നിൽക്കും. മക്കളെ വളർത്തണം, മക്കളെ പഠിപ്പിക്കണം, മക്കളുടെ കാര്യങ്ങൾ, ഭാവി കാര്യങ്ങൾ, മറ്റു കാര്യങ്ങൾ, ഇത്യാദി കാര്യങ്ങൾ വിശ്വാസികളുടെ മക്കളുടെ ജീവിതത്തിൽ, ദൈവത്തെ അനുകരിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ കടന്നു നിൽക്കുവാൻ ഇതുപോലുള്ള തടസ്സങ്ങൾ എങ്ങനെ മക്കളായിട്ട് ദൈവത്തെ അനുകരിക്കുവാൻ കഴിയും? മക്കൾ കാരണം ആരാധനയ്ക്ക് വരാൻ പറ്റുന്നില്ല, മക്കൾ കാരണം ബൈബിൾ വായിക്കാൻ പറ്റില്ല, മക്കൾ കാരണം പ്രാർത്ഥനയ്ക്ക് പറ്റുന്നില്ല, മക്കൾ കാരണം കുടുംബ പ്രാർത്ഥന പറ്റുന്നില്ല, ഒന്നിത്യാദി കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന ഭാരങ്ങളെയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ ആ ഒരു ഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ദൈവത്തിന്റെ ചെന്നില് പ്രസ്ഥാപിക്കും, ദൈവത്തെ അനുകരിക്കാൻ കഴിയുന്ന ഒരു പാപമില്ലാതെ മാത്രമേ, ലോകത്തിന്റെ മോഹങ്ങളിൽ അടിപ്പെട്ടു പോകാതെ, ലോകത്തിന്റെ അനുസരണത്തിന് അനുകൂലിക്കാത്തവൻ, സർവ മനുഷ്യരുമുണ്ടെങ്കിൽ അവരുടെ മുഖം നോക്കാതെ സംസാരിക്കുന്നവൻ, ദൈവത്തിന്റെ മുഖം നോക്കി സംസാരിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിന്റെ മക്കളായി, പ്രിയമക്കളായി ദൈവത്തെ അനുകരിക്കുവാൻ കഴിയുള്ളൂ. അവൻ എവിടെ പോയാലും അവൻ സത്യത്തിന്റെയും വിശുദ്ധിയുടെയും നീതിയുടെയും ക്രിസ്തുവിന്റെ പര്യാപ്തമായിരിക്കുന്ന അനുകാരിയായി ദൈവത്തിന്റെ മന്ദിരമായി തന്നെ അവനെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും വെളിപ്പെടുത്തുന്നതായിരിക്കും. അവന്റെ വീട്ടിൽ മാത്രമല്ല, ചില വ്യക്തികളും മാത്രമല്ല, അവന്റെ സഭയിൽ മാത്രമല്ല, അവനായിരിക്കുന്ന സ്ഥലത്തെല്ലാം അവനെ നയിക്കുന്ന ഒരു ആകർഷിക ശക്തിയുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തിയുണ്ട്. ആ വ്യാപാര ശക്തിയാണ് നമ്മൾ കടന്നു പോകുന്നത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്ന കാര്യം യോഹന്നാൻ പറയുന്നത് നോക്കിയേ. യോഹന്നാന്റെ 1 യോഹന്നാൻ 3:1 എന്താണ്? ആമേൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ആമേൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ദൈവമക്കളെന്ന പദവി അലങ്കരിക്കപ്പെടുവാൻ ഞാൻ എന്തെങ്കിലും അങ്ങോട്ട് കൊടുത്തതാണോ? ഞാൻ എന്തെങ്കിലും അങ്ങോട്ട് പകരം കൊടുത്തിട്ടാണോ? എന്റെ യോഗ്യതയിലാണ് അവൻ എന്റെ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ ആ വലിയ പദവി എനിക്ക് നൽകിയത്. അത് എങ്ങനെയാണ് തന്നത്? എന്നാൽ ഇന്ന് ഞാൻ ആ പദവി എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ വെളിപ്പെടുത്തേണ്ട ഈ ലോകം എന്ന പിശാചിന്റെ സിംഹാസനമുള്ള സ്ഥലത്ത്, ദൈവത്തെ വെളിപ്പെടുത്തേണ്ട സ്ഥാനത്ത് നാം ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ ഈ കർത്താവിനെ എങ്ങനെയാണ് അനുകരിക്കുന്നത്, എങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത് എന്ന് നമ്മുടെ ജീവിതത്തിൽ നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നമ്മളെ കൊണ്ട് ദൈവത്തിന് എന്ത് പ്രയോജനം? സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ മക്കളെന്ന് അല്ലെങ്കിൽ മകനെന്ന് അവകാശപ്പെടുവാനുള്ള കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ തനിക്കുണ്ടായ സകല കഷ്ടങ്ങളുടെ മധ്യത്തിലും അവനെല്ലാം സഹിച്ചുകൊണ്ട് തനിക്ക് മരിക്കുവാൻ തയ്യാറായി തന്നിരിക്കുമ്പോഴും അവൻ എല്ലാ സ്ഥലത്തും പിതാവിന്റെ ഇഷ്ടം വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. ശേഷം അപ്പോസ്തലന്മാരും അത് തന്നെയാണ് ചെയ്തത്. എന്റെ ശരീരത്തെ നിങ്ങൾ കൊല്ലേണ്ടി വന്നാലും അവനായി ഞാൻ മരിപ്പാൻ തയ്യാറാണ്. കാരണം ഞാൻ എന്റെ പിതാവിന്റെ മക്കൾ, പ്രിയ മകൻ, അവന്റെ അനുകാരികൾ എന്നുള്ള ആഗമനോദ്ദേശത്തിലാണ് അവിടെ നമുക്ക് കാണുന്നത്. ഈ ദൈവസ്നേഹം നാം ഉപയോഗിക്കുന്നുണ്ടോ?
ഇനി എങ്ങനെയാണ് ഈ ദൈവ സ്നേഹത്തെ നാം ഉപയോഗിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ നാം ഓരോരുത്തരും പരിശോധിക്കണം. എന്റെ കർത്താവിന്റെ ആ മഹാസ്നേഹം എനിക്ക് പ്രദർശിപ്പിച്ച് തന്നിരിക്കുമ്പോൾ, അവന്റെ പ്രാണൻ മൂലം നൽകപ്പെട്ടിരിക്കുമ്പോൾ, ആ സ്നേഹത്തെ അതിന്റെ ഉപയോഗിക്കേണ്ട സാഹചര്യത്തിൽ തന്നെ, ഉപയോഗിക്കേണ്ട സ്ഥലത്ത് തന്നെ ഞാൻ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നാം ചിന്തിക്കണം. അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നൊരു വാക്യങ്ങൾ എടുത്ത് വായിച്ചു നോക്കാം. അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 3-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരിക. അതിന്റെ 6-ാമത്തെ വേദഭാഗം തൊട്ട് 8-ാമത്തെ വേദഭാഗം വരെ കണ്ടു നോക്കിയേ. അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 3-ാമത്തെ അധ്യായത്തിന് 6 തൊട്ട് 8-ാമത്തെ വേദഭാഗം വരെ എല്ലാവരും വായിച്ചു. ഇവിടെ വായിച്ച വേദഭാഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും യോഹന്നാനും പത്രോസും യോഹന്നാനും സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിങ്കൽ പ്രാർത്ഥിക്കുവാനോ ആരാധിക്കുവാനോ അല്ലെങ്കിൽ ദൈവത്തെ ശുശ്രൂഷിക്കുക കടന്നു പോകുന്ന സമയത്ത് അതിന്റെ പരിപാടികൾ വർഷങ്ങളായിട്ട് ഒരു മനുഷ്യനെ എല്ലാവരും കൂടെ താങ്ങി എടുത്തുകൊണ്ട് കിടത്താറുണ്ട്. അവന് തന്നെത്താൻ നടക്കുവാനോ എഴുന്നേറ്റ് നിൽക്കാനോ കഴിയാതിരിക്കുന്ന ആ മനുഷ്യൻ അവിടെ ഇരിക്കുമ്പോൾ പല മനുഷ്യരും കടന്നു പോകുന്നുണ്ട്. ആ വഴി കടന്നു പോകുമ്പോൾ അവരോട് തനിക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് കൈകളെ നീട്ടാറുണ്ട്. അങ്ങനെ ഈ പത്രോസും യോഹന്നാനും ആ വഴി കടന്നു പോയപ്പോൾ, ഏതുവഴി കടന്നു പോയപ്പോൾ, ദൈവാലയത്തിലേക്ക് കടന്നു പോയപ്പോൾ കൈ നീട്ടി പത്രോസും യോഹന്നാനും പറഞ്ഞു, പൊന്നും വെള്ളിയും എനിക്കില്ല, പൊന്നും വെള്ളിയും എന്താണ്? ലോകമാണ്. പൊന്നും വെള്ളിയും ലോകത്തിന്റെ സമ്പത്താണ്. മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന, ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന തന്റെ കുടുംബ ബന്ധങ്ങളെക്കാൾ കൂടുതൽ അത് തകർന്നു പോയാലും സാരമില്ല, പൊന്നും വെള്ളിയും വേണമെന്ന് പറഞ്ഞ് പല വരികളും കുറുക്കു വരികളും അവിടെ കാണിച്ചു കൂട്ടി ഈ പണത്തിന് വേണ്ടി ദൈവത്തിനോടുള്ള കൂട്ടായ്മ ബന്ധങ്ങൾ സകലതും ധരിച്ചുകൊണ്ട് സഭായോഗങ്ങൾ അലസ്യമാക്കിക്കൊണ്ട് അതിന് ഓവർടൈം ചെയ്തുകൊണ്ട് ഈ ഖജനാവിലേക്ക് പണം തുരൂപിക്കുവാൻ വേണ്ടി, ഈ പൊന്നും വെള്ളിക്കും വേണ്ടി ദൈവത്തോട് ചേർന്നുള്ള കൂട്ടായ്മ, പ്രിയമക്കളോട് ചേർന്നുള്ള കൂട്ടായ്മ അനുകരിക്കേണ്ട വ്യക്തി ആ സമയം പൊന്നും വെള്ളിക്കും ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ പത്രോസും യോഹന്നാനും പറയുന്നു, പൊന്നും വെള്ളിയും പിന്നെന്താ എനിക്കുള്ളത്? ഹല്ലേലൂയ! എനിക്കുള്ളത് എന്താണ്? എനിക്കുള്ളത് യേശു, കർത്താവായ യേശു എനിക്കുണ്ട്. ലോകത്തിനെ നിർമ്മിച്ചവൻ, ആകാശ പ്രപഞ്ചത്തെ നിർമ്മിച്ചവൻ, സകല ധരാലയങ്ങളെ നിർമ്മിച്ചവൻ, സകലത്തിനും സമ്പത്തിന്റെ ഉടയവൻ. റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 10-ന് താഴോട്ടുള്ള വാക്കുകൾ എന്താണ്? 13-14 വാക്യത്തിൽ അവനെ നൽകുവാൻ അവൻ സമ്പന്നനാകുന്നു. ലോകത്തിൽ സർവസമ്പത്തിന്റെ ഉടയവനായ ഇന്ന് മനുഷ്യൻ കരമടക്കി തന്നെ തന്നെ എന്ന് പറഞ്ഞ് സ്വരൂപിച്ച് അതിരുകൾ കെട്ടി, വേലികൾ കെട്ടി, അല്ല ലോക്കർ കെട്ടി പൂട്ടിട്ട് താക്കാറിട്ട് പോക്കറ്റിൽ എന്റേതെന്ന് പറഞ്ഞ് കൊണ്ട് നടക്കുന്ന സകല വസ്തുക്കളുടെയും യഥാർത്ഥ ഉടമയായിരിക്കുന്ന കർത്താവ് പറയുന്നത്, ആ കർത്താവിന്റെയാണ് സകലതും. ഈ ഉള്ളതെല്ലാം കർത്താവിന്. ആ കർത്താവും യോഹന്നാനും പത്രോസിനും ഉണ്ട്. അവർ പറഞ്ഞ പൊന്നും വെള്ളിയും എനിക്കില്ല, ഉള്ളത് കർത്താവായ യേശു ക്രിസ്തുവാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞ അനുഭവം എനിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കുക. ഒരു ദൈവമക്കളുടെ ഉത്തരവാദിത്വം, ഒരു ദൈവമകൻ അനുഗ്രഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് കാണിക്കുക. എനിക്ക് എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, എനിക്ക് പൊന്നും വെള്ളിയും ഒന്നുമില്ല. നിന്നെ സമാധാനിപ്പിക്കുവാൻ, നിന്നെ രക്ഷിപ്പാൻ, നിന്റെ രോഗക്കടന്ന് എഴുന്നേൽപ്പിക്കുവാൻ, നിന്റെ പാപരോഗത്തിൽ നിന്നെ വീണ്ടും വിടുവിക്കുവാൻ ഒരേ ഒരു മാർഗം മാത്രം, അതാണ് ഈ യേശുക്രിസ്തു. അത് എന്റെ കയ്യിലുണ്ട്, അത് ഞാൻ നിനക്ക് കാണിച്ചു തരാം, അത് ഞാൻ നിനക്ക് തരാം എന്ന് പറഞ്ഞ് അവന്റെ കരങ്ങളിൽ പിടിച്ചെഴുന്നേൽപ്പിക്കുവാൻ ആർക്കും സാധ്യമാകും. അവനാണ് ദൈവത്തെ അനുകരിക്കുന്ന മക്കൾ അല്ലെങ്കിൽ പ്രിയമക്കൾ. അല്ലാതെ ഒരു രക്ഷയില്ല. ഇവിടെ അനുകരിച്ചിരിക്കുക. അനുകരണം എന്താണെന്ന് കാണിക്കുക. ഇനിയുണ്ടല്ലോ താഴോട്ട് കാണുന്ന എന്താ നോക്കിയേ, അതിന്റെ ആ വാക്കുകൾ നമുക്ക് കണ്ടല്ലോ. അവനെ വലം കൈക്ക് പിടിച്ച്
ഇന്ന് എത്ര പേര് കൈക്ക് പിടിക്കാറുണ്ട്? കർത്താവ് എന്ത് ചെയ്ത്? കർത്താവ് അനേകരെ കണ്ടെത്തി അവരുടെ വലം കൈ പിടിച്ച് എഴുന്നേൽക്കും. ഇവിടെ യോഹന്നാനും പത്രോസും യോഹന്നാനും അവന്റെ വലം കൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു. വിട്ടില്ല. അവന്റെ വലം കൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റ് അവനോടൊപ്പം ദൈവത്തെ ആരാധിച്ച് തുള്ളിച്ചാടുന്നത് അവരെന്തായിരുന്നു അതുപോലെ അവന്റെ മക്കളായിരിക്കുന്ന അനുഭവമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ആ യേശു ക്രിസ്തുവിനെ അവിടെ കാണിച്ചു കൊടുത്തു. അവന്റെ വലങ്കരങ്ങൾക്ക് പിടിച്ചു. കർത്താവ് പറയുവാണ്, മകനെ എനിക്ക് മനസ്സുണ്ട്. കർത്താവിനോട് ചോദിച്ചു, ദാവീദ് പുത്രാ എന്നോട് കരുണ കാണിക്കണമേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് മകനെ എനിക്ക് മനസ്സുണ്ട്, നിനക്ക് മനസ്സുണ്ടോ എന്ന് പറഞ്ഞുള്ള കാര്യങ്ങളിൽ വിളിച്ചു. ഇതുപോലെയാണ് കർത്താവിനെ അനുകരിക്കുന്നവർ. ഇനി നമുക്ക് കാണുന്നത് 11-ാമത്തെ വേദഭാഗത്തിലേക്ക് നമുക്ക് വരുമ്പോൾ കാണുന്നത് 11-ാമത്തെ വേദഭാഗത്തിലാണ് 3:11 കാണുന്നുണ്ട്. അവൻ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോൾ ജനമെല്ലാം വിസ്മയം കൊണ്ടു. എന്ത്? അവൻ പത്രോസിനോടും യോഹന്നാനും. ഇവിടെ ആദ്യം കണ്ടത് അവന്റെ കൈക്ക് പിടിച്ചു. പിന്നെന്താ കണ്ടത്? അവനെ ദൈവാലയത്തിലെങ്കിലും കൊണ്ടുപോയിട്ട് അവരോടുകൂടെ ദൈവാലയത്തിൽ നടന്നു. 8-ാമത്തെ വാക്യത്തിനൊടുവില് അവരോടുകൂടെ ദൈവാലയത്തിലേക്ക് കടന്നു. അവന്റെ കരങ്ങളിൽ പിടിച്ചു. 1, 2 അവനെ പിടിച്ചുകൊണ്ടുപോയി വിടാതെ അവന്റെ സകലവിധ ദീനങ്ങളും പ്രയാസങ്ങളും ഒക്കെ നല്ല സമരക്കാരനെ പോലെ അവനെ ശുശ്രൂഷിച്ച് അവന് വേണ്ടുന്ന എല്ലാവിധ നന്മകളും കൊടുത്തുകൊണ്ട് അവനെ തന്നോടൊപ്പം ചേർത്ത് അവനെ ദൈവാലയത്തിലേക്ക് കൊണ്ടുപോയി. ദൈവാലയത്തിലേക്ക് അവനെ കടന്നു പോവുകയാണ്. അല്ല, ഇന്ന് എത്ര പേര് ഇത് അനുഭവിക്കുന്നുണ്ട്? എത്ര സുവിശേഷന്മാർ അനുഭവിക്കുന്നുണ്ട്? എത്ര ഭാവികളാ മനുഷ്യരെ രക്ഷിപ്പാൻ അവരോട് സുവിശേഷന്മാർ രക്ഷിക്കപ്പെട്ട് അവന്റെ കരങ്ങളിൽ പിടിച്ച് അവനെ ദൈവാലയത്തിലേക്ക് ദൈവത്തെ ആരാധിക്കുവാൻ അവനെ കൂട്ടിക്കൊണ്ടുവരുന്ന മനോഭാവം കൊണ്ട് പ്രസംഗിക്കുവാൻ എല്ലാവർക്കും കഴിയും, വചനം പഠിക്കുവാൻ കഴിയും. പക്ഷേ ആത്മാവിലെ പ്രസംഗവും ബുദ്ധിയിലെ പ്രസംഗവും രണ്ടും രണ്ടാണ്. ആത്മാവിൽ പ്രസംഗിക്കുന്നവൻ അവന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അവനെ ചേർത്തുകൊണ്ട് എന്തെല്ലാം ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നാലും, ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നാലും, കഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നാലും, ആശുപത്രി കൂട്ടിരിക്കേണ്ടി വന്നാലും, സാമ്പത്തിക ചെലവിടേണ്ടി വന്നാലും, ശാരീരിക ബുദ്ധിമുട്ടുണ്ടായാലും അവനെ വിടാതെ അവന്റെ പിന്നാലെ പോകുന്നതാണ്. അവന് എനിക്ക് നിന്നെ വേണ്ട എന്ന് പറയുന്നത് വരെ. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് മനുഷ്യന്റെ ഇഷ്ടത്തിന് വേണ്ടി മരിപ്പാൻ വന്നതല്ല. പിന്നെയോ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം മനുഷ്യർക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് മരിപ്പാൻ ഇറങ്ങുമെന്ന കർത്താവ്. ആ കർത്താവ് മരിക്കരുതെന്ന് ആരില്ലായിരുന്നു. ആ കർത്താവ് മരിക്കുന്നത് ആർക്കിഷ്ടമല്ലായിരുന്നു. പിശാചിന് ഇഷ്ടമല്ലായിരുന്നു കർത്താവ് മരിക്കരുതെന്ന്. പിശാച് ആഗ്രഹിച്ചിട്ട് പല വഴിയാവുന്ന വിട്ടയപ്പാൻ മനസ്സായി. ഒടുവിൽ പീലാത്തോസും ആ പിശാചിന്റെ ആത്മാവ് കണ്ടിട്ട് അവരെ വിട്ടയപ്പാൻ ആഗ്രഹിച്ചു. മാനവജാത പാപത്തിന്റെ പരിഹാരമായിരിക്കുന്ന മരണം അവിടെ സംഭവിക്കരുതെന്ന് പിശാചിന് അറിയാമായിരുന്നു. അങ്ങനെ പിശാച് പ്രവർത്തിച്ചു. പക്ഷേ ദൈവമോ തന്റെ പൊന്നോമനപുത്രനെ സകല ലോകത്തിന്റെ പാപത്തിന്റെ പകരക്കാരന് മരിപ്പാൻ ആ മനുഷ്യർ കഴിയില്ലാതിരിക്കുമ്പോഴും പൂർണ്ണ മനസ്സോടെ ഇറങ്ങി വന്ന് മരിപ്പാൻ വന്നൊരു കർത്താവ്. ആ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. നമ്മുടെ ഇഷ്ടത്തിലാണ് അല്ല. അവൻ മരിച്ചു കിടന്നപ്പോൾ ജീവിക്കുന്നു. അവൻ ജീവിച്ചതിന് ശേഷം നമ്മളോട് അവന്റെ ഹിതപ്രകാരം അവന്റെ ഇഷ്ടപ്രകാരം നമ്മെ സ്നേഹിച്ച് നമ്മെ അവന്റെ അടുക്കലേക്ക് അടുപ്പിക്കുകയായിരുന്നു. അവൻ നമ്മുടെ അടുക്കലേക്ക് വന്നു, നമ്മെ കൈക്ക് പിടിച്ച് ചേർത്തു, അവന്റെ മക്കളാക്കി ചേർത്തു. എന്തിന്? അവനോട് കൂടി നിത്യമായി ദൈവത്തിന്റെ സ്വർഗീയ തലത്തിരുത്തുവാൻ വേണ്ടി. ഞാൻ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുമ്പോൾ ദൈവമേ, ഞാൻ ഈ ഭൂമി ജീവിച്ചുകൊണ്ട് എന്റെ കർത്താവിനെ ഉപാധിയായിരിക്കാൻ കഴിയുന്നുണ്ടോ? എന്റെ കർത്താവിനെ വെളിപ്പെടുത്തുവാൻ കഴിയുന്നുണ്ടോ? അതിന്റെ 11-ാമത്തെ വേദഭാഗം നമുക്ക് കാണുന്നത് അങ്ങനെ നോക്കിയേ. അവൻ പത്രോസിനോട് യോഹന്നാനോട് ചേർന്ന് നിൽക്കുന്നു. ഇന്ന് നമ്മളോട് എത്ര പേര് ചേർന്ന് നിൽക്കുന്നുണ്ട്? എത്ര പേരെ നമുക്ക് കാണിക്കാൻ പറ്റും? എന്റെ കർത്താവിന്റെ അനുഭാരിയായിട്ട് ഞാൻ നടന്നിട്ട് എന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഇത്ര പേരുണ്ട്, ഇത്ര പേരുണ്ട്. ഇല്ല കർത്താവ് ഒരാളെങ്കിലും ഉണ്ടെന്ന് പറയുവാൻ കഴിയുമോ? നീ ഒരുപാട് പ്രസംഗിച്ചു, ഓടി അധ്വാനിച്ചു. പക്ഷേ ഇപ്പോൾ പിടിച്ച വീടുണ്ടോ മകനെ? ഇപ്പോൾ പിടിച്ച വീടുണ്ടോ മകനെ? കൊണ്ടുവാ.
കടങ്ങളെ നിവർത്തി കാണിക്കുവാൻ കഴിയുമോ? നമ്മുടെ അനുകരണം, നമ്മുടെ വിശുദ്ധ ജീവിതം എപ്രകാരമാണ്? ഞാൻ ആ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുവാണ്. പ്രിയപ്പെട്ടവരെ, അന്ന് യേശു എന്റെ പകരക്കാരനായി. എന്നാൽ അന്ന് യേശു എന്റെ പകരക്കാരനായി. എന്റെ പാപത്തിന്റെ പകരക്കാരന് ദൈവത്തിന് വില കൊടുത്തു. എന്നാൽ ഇന്ന് ഞാൻ യേശുവിന്റെ പകരക്കാരനായി ഭൂമിയിൽ പകരക്കാരനായി ജീവിച്ച് കാണിക്കണം എന്നുള്ളതാണ്. അവനെ അനുകരിച്ച് സകല മനുഷ്യരുടെ മുമ്പിലും ജീവിച്ച് കാണിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ഇഷ്ടമെന്ന് നാം കാണുവാൻ കഴിയുന്നത്. അത് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവമക്കളായ നമ്മുടെ ജീവിതത്തില് യേശുവിനെ കാണിച്ചു കൊടുക്കണം. അങ്ങനെ കാണിച്ചു കൊടുക്കുകയല്ല വേണ്ടത്. ആർക്കാണോ യേശുവിനെ വേണ്ടത് അവർക്ക് യേശുവിനെ കാണിച്ചു കൊടുക്കണം. അവരുടെ കരങ്ങളിൽ പിടിക്കണം. അവരെ ദൈവത്തിന് വേണ്ടി കൊണ്ടുവരണം. അവരോട് കൂടി നിൽക്കണം. പത്രോസും യോഹന്നാനും കാണിച്ചത് അവരോട് കൂടി അവനെ കൈക്ക് പിടിച്ചു, അവനെ ദൈവാലയത്തിൽ കൊണ്ടുവന്ന് പിന്നെ കടന്നോ ഇല്ല, അവനോട് കൂടി ചേർന്നുണ്ട്. അവനോട് കൂടി രക്തസ്രാവക്കാരെ സ്ത്രീയെ കർത്താവിനെ തിക്കിത്തെറിഞ്ഞു വന്നു. അനേകരും കടന്നു വന്നപ്പോൾ ഇങ്ങനെ വരുന്ന ശിഷ്യന്മാര് ഈ കർത്താവിനെ തിക്കിത്തെറിക്കാർക്ക് വേണ്ടി അവരൊക്കെ മാറ്റിക്കളയുന്നു. ചില വ്യക്തികൾ കർത്താവിന് സൗഖ്യം പ്രാപിക്കാൻ കടന്നു വരുമ്പോൾ ശിഷ്യന്മാർ പറയുന്നു, ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട, മാറി നിൽക്ക്. അപ്പോഴും കർത്താവ് അവരെ തടയരുത്, അവൻ എന്റെ അടുക്കലേക്ക് വരട്ടെ, അവനോട് മാതൃക വന്നിരിക്കുകയാണ്, അവൻ എന്റെ അടുക്കൽ വരണം, ഞാൻ അവനെ ആശ്വസിപ്പിക്കാം, അവന് പാപമോചനം കൊടുക്കാം, അവന് യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാം, അവൻ കാണിച്ചു കൊടുക്കണം. അതാണ് അനുകരണം. മാത്രമല്ല അവരോട് കൂടെ ദൈവാലയത്തിൽ കൊണ്ടുപോകണം. ഇനി കർത്താവിനെ അനുകരിക്കാനുള്ള ചില കാര്യങ്ങളിലൂടെ വന്നിട്ടുണ്ടല്ലോ. അടുത്ത മൂന്നാമത്തെ കർത്താവിനെ അനുകരിക്കുന്ന സംബന്ധിച്ച് എബ്രായലേഖനം 12-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വേദന എല്ലാവർക്കും അറിവുള്ളതാണ്. എബ്രായലേഖനം 12-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വേദന ഇനി വരുമ്പോൾ ഒരു അപകടകരമായ ഇതിന്റെ കാര്യങ്ങൾ കാണാൻ പറ്റും. ഇവിടെ വായിച്ചതിന്റെ ഭാഗം ദൈവാത്മാവ് വെളിപ്പെടുത്തി സഭയ്ക്ക് വേണ്ടിയാണ്. സഭയായിരിക്കുന്ന ദൈവമക്കളെന്ന് അവകാശപ്പെടുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട അവകാശത്തെ കുറിച്ച് പറയുവാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? കഴിയുമെങ്കിൽ നിങ്ങൾ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കും. ഒന്നാമത്തെ കാര്യം, ആവോളം നിങ്ങൾ സകല മനുഷ്യരോടും സമാധാനം ആയിരിക്കണം. രണ്ട്, ശുദ്ധീകരണം പ്രാപിക്കുവാൻ ഉത്സാഹിക്കണം. മൂന്ന്, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ഇതൊരു വല്ലാത്തൊരു സബ്ജക്റ്റായിരിക്കും. ആവോളം ലോകത്തിൽ എവിടെ? സഭയിൽ ദൈവങ്ങളുടെ മധ്യത്തിലാണോ? ആണോ? അല്ല. സകല ലോക മനുഷ്യരുടെ മുമ്പാകെ സമാധാനമുള്ളവരായിരിക്കണം. അവരെ യേശുക്രിസ്തുവിനെ അവരുടെ മുമ്പാകെ കാണിച്ചു കൊടുക്കുന്ന യേശുക്രിസ്തുവിന്റെ അനുഭാരിയായിട്ട് ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ലോകത്തിൽ നിന്നും കൊണ്ടായാലും അവരുടെ മുമ്പിൽ സധൈര്യം യേശുക്രിസ്തുവിന്റെ ആലയമായി, മന്ദിരമായി, ദൈവത്തിന്റെ മക്കള് അല്ലെങ്കിൽ പ്രിയ മക്കളായി തന്നെ അവനെ കാണിച്ചു കൊടുക്കുന്നവരായിരിക്കണം. അവന്റെ അനുഭാരിയായിരിക്കണം, സമാധാനമായിരിക്കണം. എന്ന് വെച്ചാൽ അവർക്ക് ആശ്വാസം കൊടുക്കുന്നവരായിരിക്കണം. ആ ആശ്വാസത്തിൽ സാമ്പത്തിക നഷ്ടമുണ്ട്, ശാരീരിക നഷ്ടമുണ്ട്, സമയ നഷ്ടമുണ്ട്, പരിഹാസ നിന്ദകൾ സഹിക്കുന്നതിന് മാനസിക നഷ്ടമുണ്ട്. ഇത്യാദി നഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് ലോകത്തിന്റെ മുമ്പാകെ യേശുക്രിസ്തുവിനെ അനുകരിക്കുവാനുള്ള ഉത്തരവാദിത്വം രക്ഷിക്കപ്പെട്ടവന്, ജ്ഞാനപ്പെട്ടവന്, കർത്താവിന്റെ മക്കളെന്ന് അവകാശപ്പെടുന്ന സകല മനുഷ്യർക്കും ഒരുപോലെ ഉണ്ടായിരിക്കുന്നു. പ്രിയപ്പെട്ടവര്, അത് ചെയ്യുമ്പോഴാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ പൂർണ്ണതയിൽ വരുന്നത്. മനസ്സിലാക്കണേ. അത് ചെയ്യുമ്പോഴാണ് അടുത്ത കാലം ശുദ്ധീകരണം ഉണ്ടാകുന്നത്. ശുദ്ധീകരണം പ്രാപിക്കുവാൻ ഉത്സാഹിക്കപ്പെടുന്നത് അത് ചെയ്യുമ്പോഴാണ്. നമ്മളെല്ലാവരും അശുദ്ധമായ ലോകത്തിൽ, പാപത്തിന്റെ ലോകത്തിൽ, പിശാചിന്റെ സിംഹാസനമുള്ള ലോകത്തിൽ, പാപം ചെയ്യാൻ സാധ്യതയുള്ള ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ കൂടാതെ, ശുദ്ധീകരണം കൂടാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ആ ശുദ്ധീകരണത്തിന് വേണ്ടി, പാപത്തിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ദൈവം നമ്മളിൽ നിന്ന് അകന്നല്ലെങ്കിൽ ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഇതിനെല്ലാം പരിഹാര മാർഗമായിരിക്കുന്ന ക്രിസ്തുവിന്റെ വചനത്തെ ധ്യാനിച്ചുകൊണ്ട്
കേവലം കുറഞ്ഞ വശം ഓർക്കണം, ചിന്തിക്കണം. അല്ലാതെ എങ്ങനെയെങ്കിലും ജീവിതത്തിൽ കാര്യമില്ല. വിശ്വസിക്കുന്ന സഹായിക്കുന്നത്. അങ്ങനെ ഇനി അടുത്ത കാര്യത്തിലേക്ക് പോകുമ്പോൾ എന്താണെന്ന് അറിയുമോ? കർത്താവിനെ കാണണമെങ്കിൽ നമുക്ക് കാണണമോ എങ്കിൽ വിശുദ്ധി അത്യാവശ്യമാണ്. കർത്താവിനെ കാണണമോ എങ്കിൽ വിശുദ്ധി അത്യാവശ്യമാണ്. വിശുദ്ധി ഇല്ലാതെ കർത്താവിനെ ആർക്കും കാണാൻ പറ്റുമോ? ചില വചനങ്ങളെ ചിന്തിക്കാനുള്ള വേഗത്തിൽ 10:5 എന്താ കണ്ടത്? ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധിയുള്ളവർ, ഹൃദയത്തിൽ കപടം വെച്ചിരുന്നുകൊണ്ട് സഹോദരങ്ങളെയും സഭാ സഹോദരങ്ങളെയും മറ്റു വ്യക്തികളുടെ കൂച്ചുറുമ്പുകളും പാപങ്ങളും അവരെ കുറിച്ചുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളും ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നടക്കുന്നവർ കാണുമോ? മറ്റുള്ളവരുടെ കുറ്റം പറയുകയും മറ്റുള്ളവരുടെ വേണ്ടാത്ത കാര്യം പറഞ്ഞു പറ്റുമോ? ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അവരെപ്പോഴും താനും സഹിച്ച് ദൈവസ്നേഹത്തെ പ്രകടിപ്പിക്കുന്നവരായിരിക്കും. അവർക്ക് കഷ്ടങ്ങളുണ്ട്. നീ കാണുന്നത് 1 Corinthians 6:9-11 വരെയുള്ള വേദഭാഗം കണ്ടു നോക്കിയേ. 1 Corinthians 6-ാം അധ്യായം അതിൽ 9-ന്റെ 6-9-11 വരെയുള്ള ഭാഗം. ഇവിടെ പറഞ്ഞ അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അന്യായം എന്താണ്? ഒരു ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നവർ അന്യായം എന്ന് വെച്ചാൽ സകലവിധ പാപങ്ങളും ഉണ്ട് അതിനകത്ത്. അവർ ദൈവരാജ്യം കാണുകയില്ല. നിങ്ങൾ പറയും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സ്വർഗ്ഗത്തിൽ പോകും. പലപ്പോഴും പലരും പ്രസംഗിക്കുന്നതും പ്രതികാരപ്പെടുന്ന അബദ്ധം അതാണ്. അവൻ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം അന്യായം ചെയ്യാതിരിക്കാൻ, പാപം ചെയ്യാതിരിക്കാൻ അവൻ പരിശ്രമിക്കും. ദൈവത്തിന്റെ അനുകാരിയായിരിക്കാൻ അനുനിമിത്തം അവനെ നടത്തി ഞാൻ ചെയ്തതൊക്കെ ശരിയാണോ തെറ്റാണോ, എന്റെ ദൈവം എന്നിൽ പ്രസ്താവിക്കുമോ എന്ന് എന്നെ ഞാൻ ഇടപെടാതെ പരിശോധിക്കുന്നവരായിരിക്കും. അവൻ അന്യായത്തിൽ പന്നി കുളിച്ചിട്ട് ചേർന്ന് ഉരുളുന്നത് പോലെ പലപ്പോഴും ഉരുളു മറിഞ്ഞ് തന്റെ ജീവിതം പാപത്തിന്റെ പടികുടിയിലാക്കി തീർക്കുന്ന ഒരു ദൈവമക്കളെ നാം കാണാൻ കഴിയില്ല. അവൻ സ്വർഗ്ഗത്തിൽ പോകുകയില്ല, ദൈവത്തെ കാണുകയില്ല. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അവിടെ നമ്മൾ കാണാൻ പറ്റുന്നത് ആ അന്യായം ചെന്ന് കാണുന്നത് നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ. അവനവൻ ചെയ്യേണ്ട കാര്യം നിങ്ങളെ തന്നെ പലരും പ്രസംഗിക്കും, പലതും പറയും. ദൈവവചനം എന്ന് പറയുന്നു, അതനുസരിച്ചിരിക്കുക. നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ. എന്നിട്ട് ദുർനടപ്പ്, വിഗ്രഹാരാധന, വ്യഭിചാരികൾ, സ്വയംഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹർ, മദ്യപാന്മാർ, ഭാവിഷ്ണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഇതിലേതാ ഇല്ലാത്ത? ഈ ലിസ്റ്റിലുള്ള ഏതാ ഇല്ലാത്ത? ഈ ലിസ്റ്റിലുള്ള ചെയ്യാത്തവരുണ്ട്. ഞാൻ പറഞ്ഞല്ലേ, അപ്പോസ്തലനായ പൗലോസ് ദൈവാത്മാവിൽ ഓരോരുത്തർക്ക് എഴുതിയിരിക്കുന്ന അവരുടെ ജീവിത സ്വഭാവത്തിന്റെ അതിൽ നിന്ന് അവർക്ക് മോചനം നേടാൻ വേണ്ടി അവർക്ക് കൊടുക്കുന്ന ബോധവൽക്കരണമാണ്. അപ്പോൾ എനിക്കും തരുന്ന ബോധവൽക്കരണമാണ്. ഞാൻ ഇപ്രകാരമുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറണം. അതെന്റെ ദൈവത്തിന് ഇഷ്ടമല്ല. ഞാൻ അന്യായമെന്ന് ഇപ്രകാരമുള്ള പ്രവൃത്തി, ദൈവത്തിന് വിരോധമായിരിക്കുന്ന ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്ന പ്രവൃത്തി ഞാൻ ചെയ്യരുതെന്ന് ദൈവം എന്നെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. അത് ഞാൻ മനസ്സിലാക്കണമെന്ന കാര്യം ഓർമ്മിപ്പിക്കണം. എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയാമോ? നിങ്ങളും ചിലർ ഈ മഹത്കാരായിരുന്നെങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരിച്ചിരിക്കുന്നു. വീണ്ടും അത് ചെയ്യണമോ? വീണ്ടും ആദ്യപാഠത്തിലേക്ക് മടങ്ങി പോകണമോ? ഈ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ചവരായ ഞാനും നിങ്ങളും വീണ്ടും അതിലേക്ക് കടന്നു പോകുന്നതിനെ വീണ്ടും യേശുക്രിസ്തുവിനെ എന്റെ പാപത്തിന്റെ പകരക്കാരനായി ക്രൂശിൽ മരിക്കപ്പെടുവാൻ, പാപത്തിന്റെ ബലമെടുപ്പാൻ സാധ്യമാണോ? ഇല്ല. ഒരു പ്രാവശ്യം അത് സാധിച്ചു. ഇനി അവൻ വരുന്നത് തനിക്ക് വേണ്ടി ശുദ്ധിയോട് ജീവിച്ച വിശുദ്ധന്മാരെ കൊണ്ടുപോകാനാണ്. ഈ വിഷയങ്ങൾ നാം വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന കാര്യമാണ്. പിന്നെ നമുക്ക് 1-2 കാര്യങ്ങൾ ഓർക്കട്ടെ, വേഗത്തിൽ പറഞ്ഞു പോകാം. 2-ാമത്തെ കാര്യം, ഗലാത്യർ 5-ാം അധ്യായം
അതിന്റെ 19-ാമത്തെ വേദഭാഗം 21-ാം ഭാഗം കാണുന്നത് ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നുള്ള കാര്യം. ഏത് വക? ഞാൻ ഈ പറഞ്ഞ കാര്യം. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഒരു വിശ്വാസി എന്താണെന്നുള്ള തിരിച്ചറിവില്ലാത്തവരോട് പൗലോസ് കൊടുക്കുന്ന ഒരു തിരിച്ചറിവാണ്. അവർക്കൊരു ബോധവൽക്കരണമാണ് കൊടുക്കുന്നത്. അവർ മാനസാന്തരപ്പെട്ട് വരണം. നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജഡത്തിന്റെ മോഹങ്ങള് പിശാചിനെ പ്രസാദിപ്പിക്കുന്ന ഈ വക കാര്യങ്ങൾ ചെയ്തു പോയാൽ നിങ്ങൾ ദൈവരാജ്യം കാണുകയില്ല. നിങ്ങൾ ദൈവരാജ്യം കാണുകയില്ല എന്ന് ശക്തമായിട്ട് പറയുവാണ്. ഇത് ശക്തമായിട്ട് സഭകളെ പഠിപ്പിക്കണം. ഇന്നത്തെ കാലത്ത് സഭകളെ ഉപദേശിക്കുവാൻ പ്രാപ്തിയുള്ള സഹോദരന്മാർ ഉണ്ടായിരുന്നിട്ടും അതിൽ നിന്ന് ആരും ചെയ്യുന്നില്ല. ഭയമാണ് അത് പറയാം. ചുരുക്കം പേരുള്ള മതി, ഇവിടെ സഭ നിറച്ചാണ് കാണണം. അതുകൊണ്ട് ഉപജീവനം നയിക്കണം എന്ന് വെച്ചാൽ പഴയ നിയമത്തിൽ പറഞ്ഞ എന്താണ്? നീ നിന്റെ അധ്വാനപരമായിരിക്കുന്ന കന്നുകാലികളിൽ നിന്ന് മറ്റൊന്നുള്ള ഉപജീവനം കൊണ്ട് ഉപജീവിക്കണം എന്ന് പറഞ്ഞതുപോലെ സഭയെ കൊണ്ട് ഉപജീവിക്കണം എന്നുള്ളത് സഭയിലേക്ക് അത് ആള് നിറച്ച് കാണണമെന്ന ആഗ്രഹത്തിൽ പലരും പ്രിയപ്പെട്ടത് അങ്ങനെയല്ല. ഇവിടെ നമ്മൾ കാണുന്നത് അവർക്ക് ആ അറിവ് ഒട്ടുമില്ലായിരിക്കും. ഓരോ സഭയെ ആ അറിവിലേക്ക് പോയി എന്താണ് ഇപ്രകാരമുള്ള പ്രവൃത്തികൾ എന്ന് വെച്ചാൽ ഈ അന്യായമായിരുന്ന പാപപ്രവൃത്തികൾ ചെയ്യുന്നവരാണ് ദൈവരാജ്യം കാണിക്കുക. മുമ്പോട്ട് പോട്ടെ. പിന്നെ അടുത്തൊരു കാര്യങ്ങൾ 1:16 നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയമാണെന്ന് എത്ര പേർക്ക് അറിയാം? ഇവിടെ പൗലോസ് ഓർമ്മിക്കുക, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമല്ലോ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? മന്ദബുദ്ധികളായ മനുഷ്യരെ വിളിക്കുന്ന ഗലാത്യരെ വിളിക്കുന്നത് പോലെ ഇന്ന് നമ്മളിൽ ഓരോരുത്തരെ വിളിക്കണം. ദൈവത്തിന്റെ മന്ദിരമാണ് ഞാനെന്നും ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ ഇരിക്കുന്നുവെന്നും അതുകൊണ്ട് ഈ അന്യായ പ്രവൃത്തികൾ ചെയ്യുവാൻ എനിക്ക് യാതൊരുവിധ യോഗ്യതയുമില്ല എന്ന് അറിഞ്ഞിരിക്കുമ്പോൾ തന്നെ വീണ്ടും അത് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. മനഃപൂർവ്വം ചെയ്യുന്ന പാപങ്ങൾ സ്വർഗരാജ്യം കാണുകയില്ല. ഞാൻ അവസാനത്തെ വാക്യങ്ങളിലേക്ക് പ്രവേശിക്കട്ടെ. വീണ്ടും അതിന്റെ ഗലാത്യർ 6:7 പറഞ്ഞ് വഞ്ചനപ്പെടാതിരിപ്പിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. വഞ്ചനപ്പെടാതിരിപ്പിൻ, ദൈവത്തെ പിന്നും മനുഷ്യൻ ചെയ്യുന്നതെല്ലാം ദൈവത്തിനെ അനുകൂലമാണെന്ന് ദൈവത്തെ സന്തോഷിപ്പിക്കുകയാണെന്ന് വിചാരിക്കുന്നത് ഇല്ല. ദൈവത്തെ പരിഹസിക്കുകയാണ്. അവനവൻ വിതയ്ക്കുന്നത് കൊയ്യും. തലമുറകൾ കൊയ്യും. ഇന്ന് അപ്പനും അമ്മയും വിതച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാനൊരു വാഴ കുത്തി വെച്ചാൽ 10 മാസം കഴിഞ്ഞപ്പോൾ വെട്ടുമെന്നെങ്കിൽ ഞാൻ വെട്ടുമെന്ന് എനിക്ക് ആരും ഉറപ്പില്ല. മറ്റുള്ള ആരെങ്കിലും തലവെട്ടുന്നില്ല. പക്ഷെ അത് ഫലം എടുക്കണം. അത് തിന്മയ്ക്ക് കാരണമായി തീരുള്ളൂ. മനസ്സിലായോ? വിതയ്ക്കുന്നത് തന്നെ കൊയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ ലാഭത്തിന് വേണ്ടിയാണ് വിതയ്ക്കുന്നത്, നഷ്ടത്തിന് വേണ്ടി വിതയ്ക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ കർഷകരായിരിക്കുന്ന മത്തായിത്തോട് നമുക്കറിയാം ഞാൻ ചെയ്യുന്നത് ലാഭം കിട്ടാൻ വേണ്ടി വിതയ്ക്കുന്നു. ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് ചാടുന്നില്ലായെങ്കിൽ അരിയായിരിക്കും തട്ടുവെങ്കിലും അദ്ദേഹം വിളവുണ്ടാക്കും. ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് വയലിലിട്ടപ്പോൾ അത് മുളച്ചു വന്ന് അതിൽ നിന്ന് ഒരു പിടിക്കഞ്ഞ ഉണ്ടായി. 1, 4, 5 കതിരോളം ഉണ്ടാകും. ആ ഒരു നെൽമണിയിൽ നിന്ന് കുറഞ്ഞ ദിവസം ഒരു 250, 300 നെൽമണി ഉണ്ടാകും. ഒരു നെൽമണിയിൽ നിന്നാണ് 300 നെൽമണി. വിതയ്ക്കുന്നത് ലാഭത്തിനും അത് ലോഹമായി തീരരുത്. വിതയ്ക്കുന്നത് തിന്മ വിതച്ചാൽ തിന്മ കൊയ്യും, നന്മ വിതച്ചാൽ നന്മ കൊയ്യും. അവന്റെ ജീവിതം കൊണ്ടറിയാം അവൻ ആരിലാണ് വിതച്ചിരിക്കുന്നത്, ആരിലാണ് ജീവിക്കുന്നത്. ആ കർത്താവിനെ അവൻ അനുകരിക്കുന്നതിന് നിമിത്തം അറിയാൻ കഴിയും. അവന്റെ കുടുംബ പ്രാർത്ഥന നോക്കൂ, അവന്റെ വ്യക്തി ജീവിതം നോക്കൂ, അവൻ മതത്തിലുള്ള പ്രാധാന്യം നോക്കൂ, കൂട്ടായ്മ കൊടുക്കുന്ന പ്രാധാന്യം നോക്കൂ, യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ കൊടുക്കുന്ന പ്രാധാന്യം നോക്കൂ. ഈ കാഴ്ചയിൽ അറിയാം അവൻ എവിടെയാണ് വിതച്ചിരിക്കുന്നതെന്ന്. ലോകത്തിൽ വിതയ്ക്കുന്നവൻ ലോകത്തിനത് കൊയ്യും. ദൈവത്തിൽ വിതയ്ക്കുന്നവന് നിശ്ചയമായിട്ടും സ്വർഗത്തിൽ അവൻ ദൈവത്തോടു കൂടി വിശുദ്ധീകരിക്കപ്പെട്ടവനായി അവൻ കൊയ്യും. നീതിയുടെ കിരീടത്തിലാണ് അവൻ കൊയ്യും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അനേക കാര്യങ്ങളുണ്ട്. പിന്നെ വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം വന്നിരിക്കുന്നത്. വ്യർത്ഥവാക്കുകളാണ്. ആരും ചതിക്കരുത്. ആദ്യത്തെ ചതി ആദാമിനും ഹവ്വയും. ദൈവകോപം അവരുടെ മേൽ വന്നു. ദൈവത്തോടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു.
ദൈവത്തോടുള്ള സംസർഗം ഒഴിവാക്കപ്പെട്ടു. ദൈവത്തോടുള്ള നിത്യമായ സന്തോഷത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ അന്ന് തൊട്ട് അവൻ പാപത്തിന്റെ പങ്കിലമായിട്ട് പാപത്തിന്റെ ശമ്പളമായി മരണത്തിന് വിധിക്കപ്പെട്ട് കഠിനമായ കഷ്ടങ്ങൾ അവൻ വിധിച്ചു. മനസ്സിലാക്കണം, അത് വല്ലാത്ത അപകടകരമായിരിക്കുന്നതാണ്. ആ അനുകരണം ആരുടെ മേൽ വന്നതാണ്. ആദാം തൊട്ട് ഇങ്ങോട്ട് തലമുറകളാണ് കൈമാറ്റപ്പെടും. വിതച്ചത് കൊയ്തുകൊണ്ടിരിക്കുവാണ്. ഒരിക്കലും നിത്യതയിലേക്കില്ല. മുന്നിയോവനാൽ 2-29 അവൻ നീതിമാനെന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നുവെങ്കിൽ നീതി ചെയ്യുന്നവനാകുകയും അവനിൽ നിന്ന് നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ അറിയും. അവൻ നീതിമാനാണെങ്കിൽ ഞാനും നീതിമാനാകണം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ കണ്ട എബ്രായലേഖനം 12-14 വേദഭാഗത്തിൽ ഒടുവിൽ ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ പറ്റില്ല. എല്ലാവരും സ്വർഗത്തിൽ പോകും. അവിടെ ഇരിക്കട്ടെ. ഞാൻ തീർത്ത് പറയുന്നതാണ്, സ്വർഗത്തിൽ പോകില്ല ഞാൻ പറയില്ല. പക്ഷെ ആദ്യം യേശുക്രിസ്തുവിനെ കാണുമോ ചിന്തിക്കണം. ഞാൻ നിങ്ങൾ ഓരോരുത്തരും ഈ കർത്താവായ യേശുക്രിസ്തു ആ കടനാഥൻ ധനിക്കുന്ന ക്രിസ്തുവിന്റെ വലിയ മഹത്വത്തോട് മധ്യകാലത്തിൽ വരുമ്പോൾ എന്റെ കർത്താവിനെ ഞാൻ കാണുമോ, ആ കൂട്ടത്തിൽ ഞാൻ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം ഈ പ്രിയ മക്കളെന്ന് പറയുന്ന കർത്താവിനെ അനുഗമിക്കുന്ന ഓരോ വ്യക്തികളുണ്ട്. അതിനൊരു മാതൃക അവമതിക്ക് എന്റെ കാഴ്ചപ്പാടുകളെ ഞാൻ നിങ്ങളോട് മാതൃകയായി വെച്ചേറ്റ് പോകുന്നു. ആ കാഴ്ചപ്പാടുകളെ പിന്തുടർന്ന് ഞാൻ പിതാവിനെ പ്രസാദിപ്പിച്ചതുപോലെ എന്നെ പ്രസാദിപ്പിക്കാത്തവന് എന്നെ കാണാൻ കഴിയില്ല. ശുദ്ധീകരണം കൂടാതെ വിശുദ്ധനായിരിക്കും. നമ്മളൊക്കെ അശുദ്ധപരമായിരിക്കുന്ന പല പ്രവൃത്തിയിലും അറിയാതോ ഞങ്ങൾക്ക് രാത്രി കരഞ്ഞു പോകും. ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ലെങ്കിലും രാത്രി പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ സങ്കടം കൊണ്ട് സഹിക്കാൻ വയ്യാതെ എന്റെ ചിന്താമണ്ഡലങ്ങളിലൂടെയൊക്കെ പോയി, എന്റെ കണ്ണുകളോടെ പോയി ഞാൻ അറിയാതെ വാക്കുകൾ ഉദ്ധരിച്ചോ എന്ന് ചിന്തിക്കാറുണ്ട്. മനഃപൂർവ്വമായിട്ടൊന്നും ചില അറിയാതൊക്കെ. അപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നു, ഇന്ന് രാത്രിയിൽ അവിടുന്ന് വന്നാൽ, ഇല്ലെങ്കിൽ എന്റെ ശരീരത്തിന്റെ പ്രാണം പോയാൽ എന്റെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെട്ടവനായി അങ്ങേ കാണാൻ എനിക്ക് കഴിയുമോ? അവിടെ കരയുന്ന അവസ്ഥയാണ്. എന്നെ ശുദ്ധീകരിക്കുന്നു, എന്നെ വിശുദ്ധീകരിക്കണമേ. ഞാൻ വിശുദ്ധനായിരുന്ന രാത്രി ഉറങ്ങുവാൻ അവിടുന്ന് സഹായിക്കണം. എന്റെ ഉറക്കത്തിന്റെ യാഗങ്ങളിൽ എന്റെ ശരീരത്തിന് പ്രാണം പോയാൽ എന്റെ കർത്താവിനെ ഒന്ന് കാണണം. അല്ല, അവിടുന്ന് കാവളമാനം ധരിക്കുന്നതെന്ന് അങ്ങ് വന്നാൽ എനിക്ക് എന്റെ കർത്താവിനെ ഒന്ന് കാണണം. ആ ആഗ്രഹത്തോടുകൂടിയാണ് ഞാൻ ഓരോ ദിവസവും ഭയത്തോടുകൂടി ഉറങ്ങുന്നത്. ഞാൻ നമ്മുടെ ജീവിതത്തിൽ വളരെ ഗൗരവമായിട്ട് കാണുകയും ചിന്തിക്കുകയും ചെയ്യുന്നു. ഒരു വാക്യം വായിച്ച് അവസാനിപ്പിക്കാം. ഒരു പുസ്തകം 22-ാം അധ്യായത്തിന്റെ 10-15 വരെയുള്ള ഭാഗത്ത് വായിക്കും. അവിടെ നാം കാണുന്നതിനാണ്. അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയം അടുത്തിരിക്കാൻ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അനീതി ചെയ്യുന്ന ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്ക് തക്കവിധം കൊടുക്കുവാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. ഞാൻ അൽഫയും ഒമേഗയുമാകുന്നു, എടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു. ജീവന്റെ വൃത്തത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടത് ഗോപുരത്തിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം നടക്കുവാൻ ഭാഗ്യവാന്മാർ, നായ്ക്കളും സുതരക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധകരും പോസ്റ്റിൽ പ്രിയപ്പെടുന്നവരും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവരും പുറത്ത് തന്നെ. ആമേൻ. ഇന്ന് കള്ളം പറയാത്ത എത്ര പേരുണ്ട്? മറ്റിത്യാദി കാര്യങ്ങൾ ചെയ്യുന്നത് അവർ പുറത്താണ് എന്ന് പറഞ്ഞാൽ എന്റെ കർത്താവിനെ കാണുകയില്ല, അവർ അശുദ്ധരാണ്, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന്. ഇവിടെ പാപികളാ മനുഷ്യരെ പറഞ്ഞിട്ടുണ്ട്. നീതിമാന്മാരോട് നീതി ചെയ്യുന്നവൻ നീതി ചെയ്യട്ടെ, അവൻ വിശുദ്ധനാണ്. പാപം ചെയ്യുന്നവൻ പാപം ചെയ്യട്ടെ. എന്നാൽ ഇപ്രകാരമുള്ള ലിസ്റ്റ് 15-ാമത്തെ വേദഭാഗത്തുള്ളതിൽ ഞാൻ നിങ്ങളുമുണ്ടോ പരിശോധിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, നാം നീതീകരിക്കപ്പെട്ടവരായി കർത്താവിന്റെ വിശുദ്ധിയിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അവനെ അനുകരിക്കണം. നമ്മുടെ നാളുകളെ നാം ഭയത്തോടെ കഴിക്കണം. എന്റെ ദിവസത്തിന്റെ അവസാനത്തെ ദിവസം ഏത് നിമിഷം കർത്താവിന് ചെയ്തെന്ന് അറിയില്ല. എന്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുമെന്ന് കാണാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം എന്താണ്? ഞാനൊന്ന് പരിശോധിച്ച് നോക്കുക. ഞാൻ എന്റെ കർത്താവിനെ അനുകരിക്കുന്നുണ്ടോ? അനുകരിക്കാൻ പരിശ്രമിക്കുന്നുണ്ടോ? ഞാൻ വായിക്കുന്നുണ്ട്, പ്രസംഗിക്കുന്നു, നിരക്കം ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ
പക്ഷേ എന്റെ കർത്താവിന് ഞാൻ എത്രത്തോളം ജാതികളുടെ മുമ്പിൽ, ലോകത്തിന് മുമ്പിൽ, അധികാരത്തിന് മുമ്പിൽ എനിക്കുള്ള പ്രാണൻ പോയാലും സാരമില്ലാന്ന് പറഞ്ഞ് അവനെ ഉയർത്തി കാണിക്കുന്ന അനുഭവം എനിക്കുണ്ട്. അവൻ വസിക്കുന്ന ഈ ആലയം കൊണ്ട് അവൻ എത്രത്തോളം പ്രയോജനം ഉണ്ടാക്കി. ദൈവം വസിക്കുന്ന ആലയം കർത്താവായ യേശു ക്രിസ്തു ലോകത്തിന്റെ പാപത്തിന് വേണ്ടി ക്രൂസിൽ പൂർണ്ണമായി തകർക്കപ്പെട്ടതുപോലെ ഈ പുത്രൻ വസിക്കുന്ന, ഈ ആത്മാവ് വസിക്കുന്ന ദൈവത്തിന്റെ ആലയം കർത്താവിന് വേണ്ടി തകർക്കപ്പെടേണ്ടി വന്നാലും ഈ ലോകത്തിന്റെ മുമ്പാകെ കർത്താവിന്റെ അനുകാരിയായ ദൈവത്തെ പ്രദർശിപ്പിക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. എന്റെ കർത്താവ് എന്റെ കടം നിങ്ങളോട് ചോദിക്കുന്നു. ഞാൻ നിങ്ങളത് കൊടുക്കുവാൻ മനസ്സുള്ളവരാണ്, ഉത്തരവാദിത്തപ്പെട്ടവരാണ്, മനസ്സുള്ളവരാണെങ്കിൽ, നീതിയിരിക്കപ്പെട്ടവരാണ്, വിശുദ്ധരാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ ബന്ധങ്ങളാൽ വരുന്നുണ്ടെങ്കിൽ അന്യോന്യം ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്താം. ദൈവനാമം നിന്ന് വാഴ്ത്തപ്പെടുമാറാകട്ടെ.